വെളുത്തുള്ളി 100 ഗ്രാം, ഒരു 8 മുഴുവൻ മുളക്, 2 പിടി മല്ലി, 5 കയ്യളവ മല്ലി, ഒരു തക്കാളി. അത് നന്നായി വഴണ്ട് വരുമ്പോൾ മഞ്ഞപ്പൊടി എത്ര ടീസ്പൂൺ? മഞ്ഞപ്പൊടി ഈ ഒരു സ്പൂണിൽ 2 എണ്ണം. ഓ, മഞ്ഞപ്പൊടി ഇട്ട് ഇങ്ങനെ നന്നായി വഴട്ടും അല്ലേ? നല്ല മണം വരണം അല്ലേ? മഞ്ഞപ്പൊടിയിൽ നല്ല മണം വരണം. പെരുംജീരകം. അപ്പൊ ഈ മഞ്ഞപ്പൊടി അങ്ങനെ ഇട്ട് വഴട്ടുമ്പോ എന്തൊക്കെ വ്യത്യാസം? നല്ല ശോഭ കിട്ടും. മഞ്ഞളും ഇതും കൂടി അരച്ചു വരുമ്പോ പിന്നെ ഭയങ്കര നല്ല കളറായിരിക്കും, ചോന്ന കളറായിരിക്കും. അപ്പൊ ഈ കുരുമുളക് 4-5 മണിയില്ലേ? എത്ര ഇടും? കുറേശ്ശെ. അപ്പം അത് മിക്സിയിലേക്ക് ആക്കിയിട്ട് അരയ്ക്കാം. ചൂട്ടോട് കൂടിയിട്ടാൽ പ്രത്യേകം ശ്രദ്ധിക്കണം, തെറിക്കും. പുതിന, ഒരു ചെറുനാരങ്ങയുടെ ഒരു പീസ്, ഇതെല്ലാം കൂട്ടി തിരുമ്പിയിട്ട് ഇവിടെ നാടൻ മുളകുള്ള ആയതുകൊണ്ട് നാടൻ മുളകാണ്. വേപ്പിൻ്റെ ഇല, പുതിനയുടെ ഇല, മല്ലിയുടെ ഇല കേട്ടോ. പിന്നെ ഇഞ്ചിയുടെ ഒരു കഷ്ണം, പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ കഷ്ണം. സൗണ്ട് ശരിക്കും ഇതിൽ ഇല്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഡബ് ചെയ്തത്. തുണ്ട് ഒഴിക്കാം. എല്ലാം കൂടി ഇതെങ്ങനെ കൂട്ടി തിരുമ്പുക. പാത്രം ഞാൻ വേറെ മാറ്റിയിട്ടില്ല, വഴറ്റിയ പാത്രം തന്നെ എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഒരു പാത്രം മതി നമുക്ക്. അങ്ങനെ നല്ലപോലെ ഇത് തിരുമ്പിയിട്ട് മസാലയും കൂട്ടി വെള്ളം വേണമെന്നില്ല. തിളച്ച് വരുമ്പോൾ റോസ്റ്റ് ചെയ്യാനാണെങ്കിൽ വെള്ളം വേണ്ട. ചാറ് കറിക്കാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കാം. മൂടി വയ്ക്കുക. വേവുമ്പോൾ ഇറക്കുക. കാച്ചണവർക്ക് ഉള്ളി ചുവന്നുള്ളി ചെറുത്ത് കാച്ചണമെങ്കിൽ കാച്ചാം, അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. പണി കഴിഞ്ഞു ചിക്കൻ്റെ. ചാറ് വേണ്ടവർക്ക് ഇങ്ങനെ ഇറക്കാം, അല്ലെങ്കിൽ ഒന്നും കൂടി വറ്റിച്ചിട്ട് വരട്ടിയെടുക്കാം. ഞാൻ ലേശം കൂടി കുറുക്കിയിട്ടെടുക്കും. അത്രയും